വെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ടായി. മൊത്തമായി തന്നെ അവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാം സെലൈൻ വാട്ടറാണ്. ഡീസലിനേഷൻ പ്ലാന്റുകൾ വർക്ക് ചെയ്യത്തില്ല, കാരണം ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഒന്നും വർക്ക് ചെയ്യാതെ വെള്ളമില്ല. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ, നമുക്കൊരു കോവിഡ് വന്നാലോ ചുമ വന്നാലൊക്കെ നമ്മൾ കുരച്ച് ചുമച്ച് തുപ്പിയൊക്കെ മരിക്കാം. പക്ഷേ ഡയറിയ വന്നാൽ, ഇങ്ങനെ ഈ ചീത്തയായ വെള്ളം കുടിച്ച് മിക്കവർക്കും ഒരു 30% ആൾക്കാർക്കും ഡയറിയാണ്. അത് ടൈഫോയിഡാണ്, ഡിസെൻട്രി, ഹെപ്പറ്റൈറ്റിസ് എ, ജിയാഡിയാസിസ് എല്ലാം ഉണ്ട്. ഓരോ ദിവസവും ഓരോ ഔട്ട് ബ്രേക്കാണ് വരുന്നത്. ഈ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഇത് ഈ പറയുന്ന ഒരു ലാട്രിനിൽ പോയി 50 പേര് ക്യൂ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ പുറകെ നിൽക്കാനായിട്ട് കഴിയില്ല. നിൽക്കാൻ തന്നെ ഈ പറഞ്ഞ നിരവധി പ്രാവശ്യം ഡയറി വരുമ്പോൾ നമുക്കറിയാം, അത്രയ്ക്കും ക്ഷീണിച്ച് അവശരായ ആൾക്കാർക്ക് ഈ ക്യൂവിൻ്റെ പുറകെ നിൽക്കാൻ പോലും പറ്റത്തില്ല. അവസാനം അവരെല്ലാവരും ഒരു നിമിഷം തീരുമാനിക്കും, അവർ നിൽക്കുന്നിടത്ത് അങ്ങനെ സാധിക്കാൻ തന്നെ അവർ ജീവിതത്തിൻ്റെ മുഴുവൻ വിലയും ഡിഗ്നിറ്റിയും എല്ലാം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നൊരു പോയിൻ്റുണ്ട്. ഈ പറയുന്ന പർദ്ദയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് അവർക്ക് മാറുന്ന ഒരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം തലയിലൂടെ വലിച്ചു മൂടിയിട്ട് മുഖം കാണാതെ നിൽക്കുന്നിടത്ത് അവരെല്ലാവരും, ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ അവരങ്ങനെ ഇരിക്കും. എല്ലാവരും വിതുമ്പുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ട്. നമുക്ക് ഈ രോഗം പിടിക്കുന്ന അവസ്ഥയെക്കാട്ടിയും ഡിഗ്നിറ്റി, ഈ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന ജീവിതമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. കുട്ടികൾ, ഞാൻ നേരത്തെ കണ്ട വീഡിയോയിൽ കാണുന്നത്, കുട്ടികളും അമ്മമാരും ഒക്കെ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളുടെ നീളത്തിൽ ക്യൂ നിൽക്കുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ഭക്ഷണം വലിയ ചെരുവത്തിലൊക്കെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ കോരി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ ക്യൂ ഇങ്ങനെ വരും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും. അവരങ്ങ് അടുത്തെത്തുമ്പോൾ ഇതങ്ങ് തീർന്നു പോകും. ആ സമയം അവരുടെ പൊട്ടിക്കരച്ചിലുണ്ട്. നമുക്ക് സഹിക്കില്ല. കാരണം ഇനി അടുത്ത 3 മണിക്കൂർ വീണ്ടും ആ ക്യൂവിൽ അവർ നിൽക്കണം. രാവിലെ വെള്ളം കിട്ടാനായിട്ട് ഇതുപോലെ പടപടയായിട്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ബോട്ടിലും കിട്ടുന്ന എല്ലാ കണ്ടെയ്നറുമായിട്ട് ഇറങ്ങി നടക്കും. കിട്ടുന്ന വെള്ളമാണ് ഈ മലിനമായ വെള്ളം. ഞാൻ പറഞ്ഞ അതിർത്തിക്ക് ഇപ്പുറത്തുനിന്ന് എടുത്തതാണ്. അപ്പുറത്ത് മുഴുവൻ ഈ പറയുന്ന ഈ വ്യത്യാസമാണ്. ഞങ്ങളുടെ എമർജൻസി മെഡിക്കൽ ടീമാണ്, പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ഈ മെഡിക്കൽ ടീമാണ് കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റോഡ് മുഴുവൻ ഈ പറഞ്ഞ ലാട്രിനിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന മലിനമായ ജലവും എല്ലാം അത് മാത്രമാണ് ചുറ്റും. എല്ലാം താമസിക്കുന്ന ഇടം മുഴുവൻ ഇത് തന്നെയാണ്. അവസാനം ഈ സ്ഥലം ഈ മഴവെള്ളം നിറഞ്ഞ് ഈ മലമൊക്കെ നിറഞ്ഞ് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് പഴയ തൊഴുത്ത്, ഈ കുറേ മാടുകളൊക്കെ ഉള്ള സ്ഥലത്തുള്ള തൊഴുത്തുണ്ട്. അവിടുത്തെ ആരും കഴുകാറില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് കഴുകുന്നത് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ. അപ്പോൾ ചാണകം വീണ് അതിനകത്ത് ഈ കുഞ്ഞുങ്ങളായിട്ട് ഈ പറഞ്ഞ പശുക്കിടാങ്ങളൊക്കെ അതിന് ചാണകത്തിലൊക്കെ കുളിച്ച് ഇങ്ങനെ നാശകോശമായി നമുക്ക് കയറാൻ അറയ്ക്കുന്ന അത്ര കട്ടിയിൽ ഇങ്ങനെ ചെളിയും ചാണകമൊക്കെ നിൽക്കുന്ന ഒരു തൊഴുത്തുണ്ടല്ലോ, ആ തൊഴുത്താണ് വരുന്നത്. പ്രസവിക്കാനായിട്ട് ആകെയുള്ള സ്ഥലം ഈ തൊഴുത്തുകളാണ് അമ്മമാർക്ക്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഈ സ്ഥലത്ത് പ്രസവിക്കാൻ തോന്നത്തില്ല. ആർക്കും തന്നെ പ്രസവിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അവർ പ്രസവിക്കാൻ വേദന സഹിച്ച് ലാസ്റ്റ് മിനിറ്റ് വരെ നിൽക്കും സിസെറിന് പോകാനായിട്ട്. സിസേറിയന് പോയാൽ അവിടെ വലിയ ക്യൂ ആണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഈ പറയുന്ന മരിക്കുന്നതിന് കയ്യും കണക്കൊന്നുമില്ല. അതിനകത്ത് കണക്കുകൾ ഈ പറയുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കാൻ ആരും പിന്നെ ഇല്ല. മെറ്റേണൽ മോർട്ടാലിറ്റി നോക്കാൻ ആരുമില്ല. ഇൻഫെക്ഷൻസ് ചറവറ വരുന്ന മരിക്കുന്നു. ഒരു സൈഡിൽ രോഗികൾ ഈ പറയുന്ന മരുന്ന് കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഈ ഹാർട്ട് ഡിസീസിനൊക്കെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അടുത്ത അറ്റാക്ക് വരും. അപ്പം അങ്ങനെ മരിക്കും. ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ മരുന്ന് കിട്ടിയില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തലയിൽ രക്തക്കുഴൽ പൊട്ടും, അവരിങ്ങ് മരിക്കും. ഈ മരണങ്ങളൊന്നും ഈ യുദ്ധത്തിൻ്റെ കണക്കിൽ പെടുന്നതൊന്നുമല്ല. ഈ ആശുപത്രിയിലെ സ്ഥിതിയാണെങ്കിൽ ഇതിനെക്കാട്ടിയും വളരെ മോശമാണ്. ഞങ്ങളവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശുപത്രിയാണ്, ഈ വലിയൊരു
മാർക്കറ്റിന് നടുവിലാണ് ഈ ആശുപത്രി വർക്ക് ചെയ്തൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. അവിടെല്ലാം അവിടുത്തെ ആൾക്കാരാണ്. ഞാൻ മാത്രമേ പുറത്തുനിന്നുള്ളൂ. ബാക്കിയെല്ലാം അവിടെ പാലസ്തീനിയൻ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതാണ് കാണുന്ന എല്ലാ കെട്ടിടവും. ഇതിനൊക്കെ ആയിരിക്കും പലപ്പോഴും ആൾക്കാർ താമസിക്കുന്നതൊക്കെ തന്നെ.